in the topic nested loops. Nested loops എന്താണെന്ന് നോക്കാം. പ്ലേസിങ് എ ലൂപ്പ് ഇൻസൈഡ് ദ ബോഡി ഓഫ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് നെസ്റ്റിംഗ് ഓഫ് എ ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് ഉള്ളതിന് പറയുന്ന പേരാണ് നെസ്റ്റിംഗ് ഓഫ് എ ലൂപ്പ്. In a nested loop, the inner loop statement will be executed repeatedly as long as the condition of the outer loop is true. ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ ഇന്നർ ലൂപ്പിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഹിയർ ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഫോർ ദ ടു ലൂപ്പ് ഷുഡ് ബി ഡിഫറെൻറ്റ്. രണ്ട് ലൂപ്പിലും ലൂപ്പ് കൺട്രോൾ വേരിയബിൾസ് ഉണ്ടാവും, അത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ലെറ്റസ് ഒബ്സർവ് ഹൗ എ നെസ്റ്റഡ് ലൂപ്സ് വർക്ക്. നമുക്ക് എങ്ങനെയാണ് നെസ്റ്റഡ് ലൂപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം നെക്സ്റ്റ് സ്ലൈഡിൽ. ഇവിടെ ഒരു റിയൽ ടൈം എക്സാമ്പിളാണ് പറയുന്നത്. അതിനകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത് ക്ലോക്കിലെ മിനിറ്റ് സൂചിനെയും സെക്കൻഡ് സൂചിനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അത്. ടേക്ക് ദ കേസ് ഓഫ് മിനിറ്റ് ഹാൻഡ് ആൻഡ് സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. നമ്മൾ മിനിറ്റ് സൂചിനെയും സെക്കൻഡ് സൂചിനെയും ആണ് ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. ഹാവ് യു നോട്ടീസ് ദ വർക്കിംഗ് ഓഫ് ദ ക്ലോക്ക്? നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ക്ലോക്കിലെ ആ സൂചികൾ? While the minute hands still at a position, the second hand move to complete one full rotation. സെക്കൻഡ് ഹാൻഡ്, അതായത് സെക്കൻഡ് സൂചി ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആകുന്നത് വരെ മിനിറ്റ് സൂചി ഏത് പൊസിഷനിലാണോ ആ പൊസിഷൻ തന്നെ നിൽക്കും. The minute hand moves to the next position only after the second hand complete one full rotation. സെക്കൻഡ് ഹാൻഡ്, അതായത് സെക്കൻഡ് സൂചി ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മിനിറ്റ് സൂചി അടുത്ത പൊസിഷനിലേക്ക് പോവുള്ളൂ. ദെൻ ദ സെക്കൻഡ് ഹാൻഡ് എഗെയിൻ കംപ്ലീറ്റ് അനദർ ഫുൾ റൊട്ടേഷൻ കറസ്പോണ്ടിങ് ടു ദ മിനിറ്റ് ഹാൻഡ്സ് കറൻറ്റ് പൊസിഷൻ. വീണ്ടും സെക്കൻഡ് സൂചി റൊട്ടേഷൻ തുടങ്ങുമ്പോൾ വീണ്ടും മിനിറ്റ് സൂചി ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിൽ നിൽക്കും. ഫോർ ഈച്ച് പൊസിഷൻ ഓഫ് മിനിറ്റ് ഹാൻഡ് ദ സെക്കൻഡ് ഹാൻഡ് കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ ആൻഡ് ദ പ്രോഗ്രസ് ഓൺ. ഇതേപോലെ തന്നെ ഇപ്പോൾ ആദ്യം സെക്കൻഡ് സൂചി ഒന്ന് കറങ്ങും, അത് കഴിഞ്ഞിട്ട് നിൽക്കും, അപ്പോൾ മിനിറ്റ് സൂചി ഒന്ന് കറങ്ങും, വീണ്ടും സെക്കൻഡ് സൂചി കറങ്ങും, അപ്പോൾ മിനിറ്റ് സൂചി നിൽക്കും. അങ്ങനെ ആ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഹിയർ ദ സെക്കൻഡ് ഹാൻഡ് മൂവ്മെൻറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ഇന്നർ ലൂപ്പ്. ഈ സെക്കൻഡ് ഹാൻഡ്, സെക്കൻഡ് സൂചിയുടെ മൂവ്മെൻ്റ് ആണ് ഇവിടെ ഇന്നർ ലൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ മിനിറ്റ് ഹാൻഡ് മൂവ്മെൻറ്റ് ആർ ട്രീറ്റഡ് ആസ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ഔട്ടർ ലൂപ്പ്. മിനിറ്റ് ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഔട്ടർ ലൂപ്പായിട്ടാണ്. ഇതാണ് ഇന്നർ ലൂപ്പ് ഔട്ടർ ലൂപ്പ് വെച്ചിട്ടുള്ള ഒരു റിയൽ ടൈം എക്സാമ്പിൾ. നെസ്റ്റഡ് ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിളാണിത്. എക്സാമ്പിൾ ഫോർ i = 1, i <= 2 ++ i. ഈ ++ i എന്നുള്ളതും i ++ എന്നുള്ളതും ഈക്വൽ ആയിരിക്കും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫോർ j = 1, j <= 3 ++ jയും j++ഉം ഈക്വലാണ്. സി ഔട്ട് /i ആൻഡ് j. ഇത് ഐയുടെയും ജെയുടെയും വാല്യൂ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരിതാണിത്. /n കൊടുത്തിരിക്കുന്നതിന് കാരണം ന്യൂ ലൈൻ വരാൻ വേണ്ടിയാണ്. ഇനിഷ്യലി വാല്യൂ 1 ഈസ് അസൈൻ ടു ദ ഔട്ടർ ലൂപ്പ് വേരിയബിൾ i. ഐയുടെ വാല്യൂ ഇനിഷ്യലി അസൈൻ ചെയ്തിരിക്കുന്നത് 1 ആയിട്ടാണ്. ഇറ്റ്സ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ടു ബി ട്രൂ. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ തന്നെ i <= 2. അത് ഇവാലുവേറ്റ് ചെയ്യും. 1 <= 2 ആണോ എന്ന് നോക്കുവാണ്. അപ്പോൾ അത് ട്രൂ ആണ്. ഹെൻസ് ദ ബോഡി ഓഫ് ദ ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ്. അതുകൊണ്ട് ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ആവുകയാണ്. ദ ബോഡി കണ്ടെയ്ൻ ദ ഇന്നർ ലൂപ്പ് വിത്ത് ദ കൺട്രോൾ വേരിയബിൾ j. ഈ ഫോർ ലൂപ്പ് ഔട്ടർ ലൂപ്പാണ്, അതിൻ്റെ ഇന്നർ ലൂപ്പ്. ഫോർ j = 1, j <= 3 ++ j ആണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ ലൂപ്പിലേക്ക് കയറി. ഇന്നർ ലൂപ്പിലെ കൺട്രോൾ വേരിയബിൾ j ആണ്. ആൻഡ് ഇറ്റ്സ് ബിഗിൻ ടു എക്സിക്യൂട്ട് ബൈ ദ അസൈൻ ടു ദ ഇനിഷ്യൽ വാല്യൂ 1 ടു ദ j. ജെയുടെ ഇനിഷ്യൽ വാല്യൂ 1 ആണ്, j = 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദ ഇന്നർ ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് 3 times. ഇന്നർ ലൂപ്പ് 3 തവണ എക്സിക്യൂട്ട് ആവും. അത് ഫോർ j = 1, j = 2, j = 3. അതാണ് 3 times. ഈച്ച് ടൈം ഇറ്റ് ഇവാലുവേറ്റ് ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ j <= 3. j <= 3 എന്നുള്ള ടെക്സ്റ്റ് എക്സ്പ്രഷൻ കറക്റ്റ് ആകുന്നത് വരെ ഇത് ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട് സിൻസ് ഇറ്റ് ഈസ് ട്രൂ. അത് കഴിഞ്ഞിട്ട് ആ ഔട്ട്പുട്ട് അതായത് എത്ര തവണ ട്രൂ ആവുന്നുണ്ടോ അത്രയും നിറത്തുള്ള ഔട്ട്പുട്ടും പ്രിൻ്റ് ആക്കും. അപ്പോൾ 1 and 1, 1 and 2, 1 and 3, അങ്ങനെ 3 times അത് പ്രിൻ്റ് ആയിട്ട് വരും. വെൻ ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ j <= 3 ഈസ് ഫോൾസ്. j <= 3 എന്നുള്ള എക്സ്പ്രഷൻ ഫോൾസ് ആകുമ്പോൾ ദ പ്രോഗ്രാം കൺട്രോൾ കം ഔട്ട് ഓഫ് ദ ഇന്നർ ലൂപ്പ്. ഇന്നർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവും.
ഈ എക്സ്പ്രഷൻ ഫോൾസ് ആകുമ്പോൾ. നൗ ദ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഔട്ടർ ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് വിച്ച് മേക്ക് ഐ ഈക്വൽ ടു 2. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇന്നർ ലൂപ്പിൽ നിന്നും എക്സിറ്റായി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഔട്ടർ ലൂപ്പിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ഔട്ടർ ലൂപ്പിലെ വാല്യൂ ഐ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, ഐ ഈക്വൽ ടു 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള കണ്ടീഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുവാണ്. അപ്പോൾ അത് കറക്റ്റാണ്. ദെൻ ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഈസ് ഇവാലുവേറ്റഡ്. ട്രൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. വൺസ് അഗെയിൻ ദ ലൂപ്പ് ബോഡി ഈസ് എക്സിക്യൂട്ടഡ്. ഒന്നുകൂടി ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ആവും. ദ ഇന്നർ ലൂപ്പ് ഈസ് അഗെയിൻ എക്സിക്യൂട്ടഡ് 3 times. ഇന്നർ ലൂപ്പ് എന്തായാലും 3 times എക്സിക്യൂട്ട് ആവും. ഫോർ j ഈക്വൽ ടു 1, j ഈക്വൽ ടു 2, j ഈക്വൽ ടു 3 ആൻഡ് ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട്. j ഈക്വൽ ടു 1, j ഈക്വൽ ടു 2, j ഈക്വൽ ടു 3 അങ്ങനെ 3 times ഇത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഔട്ട്പുട്ടും ഡിസ്പ്ലേ ആക്കും. അപ്പോൾ 2 and 1, 2 and 2, 2 and 3 എന്ന് പറഞ്ഞ് വീണ്ടും പ്രിൻ്റ് ആകും. നെസ്റ്റഡ് ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പ്രോഗ്രാം. ടു പ്രിൻ്റ് എ ട്രയാങ്കിൾ ഓഫ് സ്റ്റാർസ്. സ്റ്റാറ് ട്രയാങ്കിൾ രൂപത്തിൽ പ്രിൻ്റ് ചെയ്യാനാണ് ഈ പ്രോഗ്രാം. ഹെഡർ ഫയൽസ് കൊടുത്തു, നെയിം സ്പേസ് കൊടുത്തു, മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. 2 വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഐയും ജെയും. ഐ ഔട്ടർ ലൂപ്പിൻ്റെയാണ്, ജെ ഇന്നർ ലൂപ്പിൻ്റെയാണ്. ഔട്ടർ ലൂപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ ലൈൻ 5 ലൈനിൽ പ്രിൻ്റ് ആവണം ഈ സ്റ്റാർസ്. അതിന് വേണ്ടിയാണ് ഔട്ടർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇന്നർ ലൂപ്പ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ലൂപ്പ് എങ്ങനെ വർക്കാവുന്നതെന്ന്. ഫസ്റ്റ് തന്നെ ഐ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഒരു ന്യൂ ലൈനിലേക്ക് പോയി. പിന്നെ അതിൻ്റെ ഇന്നർ ലൂപ്പ് ആയുള്ള 4 j ഈക്വൽ ടു 1, j ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ പ്ലസ് j നോക്കി. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ കറക്റ്റാണ്. അപ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റായി. വീണ്ടും ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റായി. ഇപ്പോൾ 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് നോക്കി. ആ കണ്ടീഷൻ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇന്നർ ലൂപ്പിൽ നിന്ന് എക്സിറ്റായി വീണ്ടും ഔട്ടർ ലൂപ്പിലേക്ക് പോകും. അപ്പോൾ അവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2 ആയി ഐയുടെ വാല്യൂ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് നോക്കി. കറക്റ്റാണ്. അപ്പോൾ വീണ്ടും ഒരു ന്യൂ ലൈൻ പ്രിൻ്റായിട്ട് വന്നു. ഫോർ j ഈക്വൽ ടു 1. അപ്പോൾ j ഈക്വൽ ടു 1 അല്ല, അപ്പോൾ അവിടെ ജെയുടെ വാല്യൂ 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ജെയുടെ വാല്യൂ 2 ആണ്, ഐയുടെ വാല്യൂ 2 ആണ്. അതുകൊണ്ടാണ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ നോക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ സ്റ്റാർ പ്രിൻ്റ് ആവണം. അപ്പോൾ രണ്ടാമത്തെ ലൈനിൽ 2 സ്റ്റാർ പ്രിൻ്റായി. ഇനി ഈ 3 സ്റ്റാർ പ്രിൻ്റ് ആവുന്നത്, 4 സ്റ്റാർ പ്രിൻ്റ് ആവുന്നത്, 5 സ്റ്റാർ പ്രിൻ്റ് ആവുന്നത് ഈ സെയിം ഓപ്പറേഷൻ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ 2 ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവും. അങ്ങനെ 5 സ്റ്റാർ പ്രിൻ്റ് ആവും. അതാണ് എക്സാമ്പിൾ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.